സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 30-ാം ദിവസമാണ്. 30-ാം ദിവസത്തെ ഭാഗങ്ങളാണ് ഞാനിന്ന് വായിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ മമ ഹൃദിരമതമാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമരമാപതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടോ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോടരുൾ ചെയ്തതു രാമനും, രക്ഷോവരനാം വിഭീഷണനായി മയ ദത്തമായോരു ലങ്കാരാജ്യമുൾപ്പൊക്കു ചിത്തം മോദാലഭിഷേകം കഴിക്കനി എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അന്നമതൂയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വന്ധ്യഘോഷത്തോട് താമസന്മാരുമായി ആർത്തു വിളിച്ചഭിഷേകവും ചെയ്തു. ഭൂമിയും ചന്ദ്രദിവാകരരാതിയും രാമകഥയും ഉള്ളന്ന വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്ന കിരീടാദ്യമായി അലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം. പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാ രാഘവൻ കാൽക്കൽ വച്ചഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ. നക്തഞ്ജരേന്ദ്ര പ്രസാദത്തിനായി രാമൻ ഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായ നേഹമെന്ന് ചിത്പുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. സീതാ സ്വീകരണം. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തു രാഘവൻ. ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ, ത്വൽ സഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചിതു നിശ്ചയം. ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്ത് പിന്നെ ഹനുമാനെ നോക്കിയരുൾ ചെയ്തു. മന്നവൻ നീ പോയി വിഭീഷണാനുജയാ ചെന്നു ലങ്കാപുരം പൂക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ജരാധിപനിഗ്രഹമാദിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമി എന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും
ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിന നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമീസുതയെ നമസ്കരിച്ചിടിനാൻ വക്രപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിന ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം മർക്കടന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേ വീടിനാൽ യുദ്ധം ഭവതിയോടൊക്കെ പറകുന്ന ചിത്തം തെളിഞ്ഞരുൾ ചെയ്തറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായത് സീതയ്ക്കും എന്തു ചൊല്ലാമത് ജാനകി ദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്തോ ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായമെത്ര പാർക്കേണമിനിയും ശുചൈവ ഞാൻ നേരാത്തതിന് യോഗം വരുത്തിയിടു നീ തീരുത്വമില്ലിനിയും പൊറുത്തിയിടുവാൻ വാദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൾ ചിന്തിച്ചു രാമൻ വിഭീഷണനന്ദോട് സന്തുഷ്ടനായരുൾ ചെയ്താൻ വിരേനി ജാനകീ ദേവിയെ ചെന്നു വരുത്തുക ഭിന്നതയുണ്ടു പോൽ കണ്ണക കാണായിക കൊണ്ടുമാ സ്നാനം കഴിപ്പിച്ചു ദിവ്യാംബരാഭരണാനുലേപാദ്യം അലങ്കരിച്ചണിയിച്ചു ശില്പമായോരു ശിബികമേലോദ്യവ മൽപുരോ ഭാഗേ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടി വിഭീഷണൻ നാരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധനായ നാരീജനത്തെ കൊണ്ട് മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരം ഉണ്ടായി ചമഞ്ഞിതൊരു കോശനിസ്വരം വാനരവീരരും തിക്കിത്തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടം കണയുന്നത് കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യം ശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനുര ചെയ്തത് നിന്നോടെന്തടോ ജാനകീ ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് പറഞ്ഞിടൂ നീ മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലുമേ വരും പാദചാരേണ വരേണമെന്നീ മേദിനി നന്ദിനി കിം തത്ര ഭൂഷണം കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാ ജനകജാരൂപം മനോഹരം കണ്ടുകോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടുമായ സീതയും ശുച തൽക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ വിശ്വാസമാശുമത് ഭർത്താവിനും മറ്റ് വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയായും അത് കേട്ടു രഘുത്തമൻ സൗമുഖ്യഭാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഠം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പേർ പ്രവേശിച്ചു വന്നിടിനാൻ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി
ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹൂസ്ത്രയം വ്രതാഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ, ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തേ നിരൂപിച്ചിതെങ്കിലതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു അഗ്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ. ദൃശ്യമനാദികൾ വിസ്മയപ്പെട്ടത് നിശ്ചലമായത് ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരീമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നരകിം പുരുഷന്മാരും ദന്തശുകന്മാർ പിതൃക്കൾ മുനികളും ചാരണഗൃഹ്യ കസിദ്ധ സാധ്യന്മാരും നാരദ തമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞിത് രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിലെങ്കലന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിന. സർവലോകത്തിനും കർത്താഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചതനാകുന്നത് അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും മേഘനാം നിത്യസ്വരൂപൻ ഭവാനല്ലു. കർണങ്ങളായതും അശ്വിനി ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായ ദ്വയനായൊരു മുക്തനാകുന്നതും നിത്യൻ ഭവാനല്ലോ. നിന്നുടെ മായാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിയിടൂ. നിന്നുടെ നാമസ്മരണയുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ ഹൃദയം. നഷ്ടനായാനവന്നു നിന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാം ത്വൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരേ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിന. വന്ദേ പദം പരമാനന്ദമദ്വൈഹ്യം, വന്ദേ പരമശേഷസ്ഥിതി കാരണം. അത്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്തമാത്രമവ്യമശീശ്വരം. സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമദ്ഭുതം. രത്നകിരീടം രവിപ്രഭം കാരുണ്യ രത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനിചരാന്തകം രാജീവലോചനം രാവണനാശനം. മായാപരമജം മായാമയം മനോ നായകം മായാവിഹീനം മധുദ്വിഷം. മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം. യോഗീ ചിന്ത്യാം സദാ യോഗിഗമ്യം മഹാ യോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയ രൂപം ജഗദഭി രാമം സദൈവ സീതാഭിരാമം ഭജേ. ഇത്തം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളുന്നു നേരം. ആശ്രയാശൻ ജഗദാശ്രയഭൂതയാ ആശ്രിതവത്സലയായ വൈദേഹി കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിന.
ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിങ്കലാരോപിതയാകിയ ദേവി ശങ്കാഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവീ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വാംഗേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്ര സ്തുതി. സംഗ്രന്ഥനൻ തഥാ രാമനെ നിർജ്ജര സംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചിത്. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്ര പ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപീഷവാരിധി. നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പൂറ്റി മാനസി. നിൻചരിതാമൃതം ചൊല്ലുവാനും എപ്പോഴും മെൻചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജാനകാത്മജാവല്ലഭ ശ്രീമഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. ത്വൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നി എപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടരുൾ ചെയ്തു രാഘവൻ. മൃത്യു വരിച്ച കവികുലവീരരെ അത്തൽ കളഞ്ഞു ജീവിക്കുകയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോ ഒക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായൊഴുക്കീണമെന്നു കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്ന് കല്യാണം ഉൾക്കൊണ്ടനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമ ചന്ദ്രനെ നോക്കി അരുൾ ചെയ്തു തന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിത നിന്നു വിമാനമർന്നോ നിന്നെ കാൺമാൻ ചെന്നു വണങ്ങു എന്നൻപോട് കേട്ടതാ. മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വർദ്ധിച്ചു ജനകനെ. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായൊരു പരമപുരുഷനെ. സൗമിത്രീ തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പൂർണ്ണാനന്ദവഗ്രനായി ചിന്മയനോടു പറഞ്ഞ ദശരഥ, നെന്മകനായി പിറന്ന ഭവാനി ഞാൻ നിർമ്മലമൂർത്തി ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിത് നിന്മഹാമായ മോഹിതപ്രിയായി എന്നെയും കൽമഷനാശന കാരുണ്യവാരിധി. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാവതി പൂക്കും മരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയ സത്യലോകം ചെന്നു പൂക്കും വിരിഞ്ചനും. കാത്യായനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ വിഷുപുരുഷാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്ര നിയോഗേന പോയത് നാരദാദിമുഹാമുനിവൃതവും. പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നേടിന. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചത് പിന്നെ വിഭീഷണനായ ഭക്തൻ മുത
ദാസനാം എന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിലത്രൈവ സന്തുഷ്ടനായി മംഗല ദേവതയാകിയ സീതയ മംഗല സ്നാനവും ആചരിച്ചിടണം. മേളമായി ഇന്ന് വരുന്നും കഴിഞ്ഞിങ്ങ് നാളെ എങ്ങോട്ടെഴുന്നള്ളുകയാം എന്നു വിഭീഷണൻ ചൊന്നത് കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതനയോധിയിൽ ആദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു ഞാനവൻ തന്നോടുകൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലടോ. ചെന്നൂരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനമവനോടുകൂടിയാവിത് എന്നോ 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ പാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാൽ അവൻ അഗ്നിയിൽ ചാടി മരിക്കുമേ പിറ്റെന്നാൾ എന്നതു കൊണ്ടുഴറുന്നത് ഞാനിഹ വന്നു സമയവുമേറ്റ മടുത്തങ്ങ് ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലവേ സംസ്കരിച്ചീടു നീ സത്വരമെന്നുടെ മക്കള് വീരതയൊക്കെവേ സാദരം. പ്രീതിയവർക്കു വന്നാൽ എനിക്കും വരും പ്രീതിയതിനോരു ചഞ്ചലമില്ല കേൾ എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണ്ണ സിനാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്ത് കവികളുമായി ചെന്ന് രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധിക്കെഴുന്നള്ളുന്നു. അനിഹ പുഷ്കമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപനിത്തമുണർത്തിച്ച് കേട്ട വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാഥ പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിത്. ജാനകിയോടും അനുജനോടും ചെന്ന് മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തതാദര മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃത്രിയമായത് നിങ്ങളാൽ ശത്രുഭയം ഇനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജസുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമാ. ആശരാധീശ വിഭീഷണ ലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുൽ സ്തനിത്ത മരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിന ഞങ്ങളും കൂടെ വിടകൊണ്ട യോധയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലമാമാറഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ളവിടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ഠിതം ഞങ്ങൾക്ക് തീരൂ ജഗൽപ്രഭോ. അങ്ങനെ തന്നെ നമുക്കഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയതത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ. സങ്കടമെന്നീ മിത്രവിയോഗജം സേനയാസാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാൻ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമന്വിതമുൽപ്പതിച്ചു തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയ യുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ തഥാ മിത്രബിംബം കണക്കിത്തനദാസനം
ഉത്സംഗസീന്യവിന്യസീതാം ഭക്ത വത്സലൻ നാലുലിക്കും പുനരാലോക്യ വത്സേജനകാത്മജേ ശൃണുവല്ലഭേ തത്സേവിതേ സരസീരുകലോചനേ പശ്യത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വമോ വിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാണതിലിംഗ ശോണിത കർദ്ദമാംസാസ്തി പൂർണ്ണം ഭയങ്കരം അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമുണ്ടായി സങ്കരം അത്രൈവ രാവണൻ വീണു മരിച്ചത് അസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ വൃത്രാരിജിത്തും അധികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ ഉന്നേടിന സേതു ബന്ധിച്ചതും കാണടോ സാഗരെ ഹേതു ബന്ധിച്ചതിന് നീയല്ലയോ സേതുബന്ധം ആതീർത്ഥം പ്രിയേ പഞ്ച പാതകനാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ അത്രേ വന്നെന്നെ ശരണമായി പ്രാപിച്ചീ ദുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കര നേത്രേ പുരോഭൂവി കാണടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരിമീമാം ശ്രുത്വാ മനോഹരം ഭർത്തൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ചതന്നേരം താരാദിയായുള്ള വാനര സുന്ദരി മാരെയും കണ്ടു അങ്ങുപോയിടണം കൗതൂഹലമയോധ്യാപുരിവാസിനാം ചേതസ്സി ഭാരമുണ്ടായി വരും നിർണയം വാനരവീരനും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃവിയോഗജ ദുഃഖമിന്നെന്നോളം മിത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭന്മാരെയും മിന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യ നായകനുള്ളിൽ ആകൂതപ്പോൾ അറിഞ്ഞ വിമാനവും ശോണീതലം നോക്കി മന്ദമന്ദം തഥാ താണത് കണ്ടരുൾ ചെയ്തു രാഘവൻ വാനരവീരനെ നിങ്ങൾ നിജ നിശ മാനിനിമാരെ വരുത്തൂ വിനയവരും മർക്കട വീരരതു കേട്ടു മോദേന കിഷ്കിന്ധപൂക്കു നിജാംഗന്മാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറിനാർ ശാഖാമൃഗാധിപന്മാരും കരേറിനാർ താരാർമകളായ ജാനകീ ദേവിയും താരന്മാരുമാദികളോട് മുതാന്വിതം ആലോകനാലാപമന്ദഹാസാദിക ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും വിശ്വൈക നായകൻ ജാനകിയോട് അരുളി ചെയ്തത് പരമാനന്ദ സംയുതം പശ്യമനോഹരേ ദേവി വിചിത്രമായി ദൃശ്യമൂകാജലമുത്തുംഗമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താംഗി പഞ്ചവടി നാം ഇരുന്നേണം വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം ഭക്തിപൂ നിന്ദീവരാക്ഷി സുതീഷ്ണാശ്രമത്തെയും ചിത്രകൂടാചലം പണ്ടു നാം വാണേണം മത്രൈവ കണ്ടു ഭരതനെ നാമടു ഭദ്രേ മുദാ ഭരദ്വാജാശ്രമം കാണുക ശുദ്ധികരം യമുനാ തടശോഭിതം
ഗംഗാ നദി അതിന്നങ്ങേതങ്ങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാനെടോ പിന്നെ സരയൂ നദി അതിന്നങ്ങേത് ധന്യമയോധ്യ നഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ. നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിൽ ആമയമേതുമൊന്നില്ലയല്ലേ മുന്നേ മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ. സോദരന്മാർക്കും ആചാര്യജനത്തിനും താപസ ശ്രേഷ്ഠനരുൾ ചെയ്തിത നേരം താപമോരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരത ശത്രുഘ്നൻ കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭക്തിയാ ജഡവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തുവാ താൻ ഹന്ത സിംഹാസനെ പാതുകാം വച്ച് മോഹം ത്യജിച്ചു പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നത് എപ്പോഴും ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നത് ചിൽപുരുഷ പ്രഭു വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാദൂധനന്മാരെയൊക്കെ വധിച്ചത് യുദ്ധപ്രകാരവും കണ്ടിതൊക്കവേ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മ വേദം തിരിക്കരുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായതനന്ദൻ ജഗൽ പ്രഭു. ഇന്നു നീ ശുദ്ധമാക്കണം മമാശ്രമം ചെന്നയോധ്യാപുരം പൂക്കീടടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാലാമകം പൂക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടീടിനാൻ. ഹനുമത് ഭവരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചെന്നാലനിലാത്മജനോട് രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷമറിഞ്ഞു നീ. വന്നീടുകിന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാദേവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പൂക്കും ഭക്തനായിടും ഭരതനെ കൂപ്പിന പാതുകവും വച്ചു പൂജിച്ച നാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി. സോദരനോടമാമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നതു കണ്ട് മാരുതിയും ബഹുമാനിച്ചിതേറ്റവും മാരുമില്ലിത്ര ഭക്തന്മാരവനിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാറുകളേടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നീ അഗ്രേരാമയം കാണാൻ ഗുണവിധി. സീതയോടും സുമിത്രാത്മജൻ തന്നോടും മാതരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറെ
വന്നിപ്പോൾ അവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയും വീണ്ടു. ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബന്ധസമൂതം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസനായ നേരം പുനരുദ്ധായ ഗാഠമായ ആലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുദാപര മാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തത്. ദേവോത്തമനോ നരോത്തമനോ ഭവ ദേവമെന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപനായി ദൃഷ്ട്യാതരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരു സാഗം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും. ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യതം മാനവനാഥന് വാനരന്മാരോട്. കാനനേ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കെട്ടുകൊണ്ടവാറങ്ങനെ. യാദൂധനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോ ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങൾ ഈ ചിത്രകൂടാചലം തിങ്കൽ നിന്നാധി കലർന്ന വിരിഞ്ഞ നാൾ ആദിയായി നോളമുള്ളോരവസ്ഥകൾ ആദര ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞോ കേട്ടിടുക. വന്നു പോം ദുഃഖവിനാശനം തപോനിധി എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും. മന്നവൻ തൻ ചരിത്രം പവിത്രം പരം ശത്രുഘ്ന മിത്ര പ്രത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമിതമാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീ നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 30-ാം ദിവസത്തെ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.